الإسلام. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ഒരു ശൈലിയായി, ഒരു സ്വഭാവമായി, ശീലമായി അവനെ തഖ്വ ചെയ്യുന്ന ഒരു ഗുണം നൽകി അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൽ കുറച്ച് ദിവസങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി നമ്മൾ നമസ്കാരങ്ങളിലായിരുന്നു, നോമ്പിലായിരുന്നു, ഖുർആനിന്റെ പാരായണങ്ങളിലായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്ത് നാളെ ഞാൻ ഈ ചെയ്തതൊക്കെ കാണണം. ആരെങ്കിലും മയ്യഅമൽ മിസ്ഖാല ദർറ, ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മയാണ് ചെയ്തതെങ്കിൽ ശർറൻ യറഹു, ഷർറാണെങ്കിൽ അതും അവൻ കാണും, ഖൈറൻ യറഹു, നന്മയാണെങ്കിൽ അതും അവൻ കാണും. റമദാനല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ തിന്മകളൊന്നും ഇനി കാണരുത്. അതിനായിരുന്നു നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്തത്. ഈ റമദാനിൽ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം, പക്ഷെ അല്ലാഹുവേ അതൊക്കെ പരിഹരിച്ച് നാളെ അതൊക്കെ കാണാൻ കഴിയണം. ഈ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒരു നന്മ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തറാവീഹിന് നിൽക്കുകയാണ്. തറാവീഹിന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട നിയ്യത്ത് പ്രകാരമാണ് അല്ലാഹു അമലുകൾ സ്വീകരിക്കുക. ദീർഘമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, പണിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, മുട്ടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ നിയ്യത്ത് അപാരമായിരിക്കണം. അല്ലാഹു ഇങ്ങനെ നിന്ന് നമസ്കരിച്ചാൽ നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈമാനൻ വഹ്തിസാബൻ, നമസ്കാരത്തിൽ ഈമാനുണ്ടോ, ഈമാനോടുകൂടിയാണ് നമ്മൾ വന്നത്, ഇഹ്തിസാബൻ പ്രതിഫലം കിട്ടുമെന്ന് ആഗ്രഹമുണ്ടോ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റമദാനിന് മുമ്പ് ചെയ്ത പാപങ്ങൾ ഈ നൃത്തത്തിൽ എനിക്ക് നീ മായ്ച്ചു കളഞ്ഞു തരണം. അതേപോലെ ഇതേ നൃത്തത്തിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ എന്താണോ നീ പ്രതിഫലമായി പറഞ്ഞത് അതൊക്കെ എനിക്ക് തരണം. നമ്മൾ ചെയ്യുന്ന അമൽ ഒന്നാണ്, നമ്മുടെ നിയ്യത്തുകൾ വ്യത്യസ്തമാകുന്നതിനനുസരിച്ച് പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. റമദാനിൽ നോമ്പ് എന്നതുപോലെ തന്നെ, നമസ്കാരം എന്നതുപോലെ തന്നെ മൊത്തം ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ 82 സ്ഥലങ്ങളിൽ നമസ്കാരത്തെ പറഞ്ഞിടത്ത് സക്കാത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അഖീമുസ്സലാത്ത വആതുസ് സക്കാത്ത് 82 ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്ത് നോക്കുമ്പോൾ നമസ്കാരത്തിന്റെ അധ്യായം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന അധ്യായം സക്കാത്തിന്റെ അധ്യായമാണ്. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നെ കൊടുക്കേണ്ടത് നോമ്പല്ലേ? അല്ല, നോമ്പിനേക്കാൾ ഏറെ നമസ്കാരത്തോട് ഖുർആൻ ചേർത്തി പറഞ്ഞത് സക്കാത്തിനെയാണ്. വഖീമുസ്സലാത്ത വആതുസ് സക്കാത്ത്. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞത് ഫഇത്താബു വഅഖാമുസ്സലാത്ത വആതുസ് സക്കാത്ത്. മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ 3 കണ്ടീഷനാ പറഞ്ഞത്. അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഫഇത്താബു, ഒന്ന് തൗബ ചെയ്യണം, വഖാമുസ്സല നമസ്കാരം നിലനിർത്തണം, വആതുസ് സക്കാത്ത് സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് പണ്ഡിതർ പറയാം 3-1 സക്കാത്ത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഫിഖ് സംസാരിക്കുന്നത് സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്തിന്റെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, തസ്കിയത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ച്
നമ്മുടെ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് തസ്കിയത്ത് എന്ന് പറയും. അതേ വാക്കാണ് സക്കാത്ത്. നമ്മൾ സമ്പത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ള സമ്പത്ത് ശുദ്ധീകരിക്കാൻ, അതിനൊരു വളർച്ചയുണ്ടാകാൻ, കൊടുക്കപ്പെടുന്നവനും നന്നാവണം. ഇതൊക്കെ നമ്മുടെ നീയത്താണ്. നമ്മൾ ബാധ്യത തീർക്കാൻ വേണ്ടി കൊടുക്കുകയല്ല. കൊടുക്കുന്നത് പോലും നല്ല നീയത്തിലാണെങ്കിൽ അള്ളാഹു വലിയ പ്രതിഫലം നൽകും. ഒരാൾ 10,000 കൊടുത്തു, നീയത്ത് ശരിയല്ല, അവന്റെ അമലുകളൊന്നും സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് നാളെ അള്ളാഹു ആദ്യം വിചാരണക്ക് വിളിക്കുന്ന ടെസ്റ്റിന് വേണ്ടി, അങ്ങനെ ഉണ്ടല്ലോ, ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകളെ ആദ്യം വിചാരണക്ക് എടുക്കും. 3 ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഖുർആനൊക്കെ പഠിച്ച മനുഷ്യനാണ്. നീ ചെയ്തത് എന്താന്ന് അവനോട് ചോദിക്കുമ്പോൾ ഞാൻ ഖുർആൻ പഠിച്ചു, ആളുകളോട് വാദ പറഞ്ഞു, ഇമാമത്ത് നിന്നു, നീ പറഞ്ഞത് കളവാണ്, ആളുകൾ നിന്നെ പണ്ഡിതൻ എന്ന് വിളിക്കണം, അതുകൊണ്ട് നീ ചെയ്തു, അവനെ പിടിച്ച് നരകത്തിലിടും. ഇപ്പൊ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരലോകത്ത് ആദ്യത്തെ വിചാരണ ടെസ്റ്റിൽ ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. രണ്ടാമത് സ്വതക്ക കൊടുത്ത മനുഷ്യനെ കുറിച്ചാണ്. നീ എന്ത് ചെയ്തു? ഞാൻ ഒരുപാട് കൊടുത്തു, പള്ളിക്ക് കൊടുത്തു, മറ്റേ സെന്ററിന് കൊടുത്തു, പിന്നെ ദീനി സംരംഭങ്ങൾക്ക് കൊടുത്തു ശരി തന്നെ. പക്ഷേ ആളുകൾ നീ നല്ല ദാനശീലൻ എന്ന് പറയാൻ വേണ്ടി കൊടുത്തതാണ്. ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരി, നിന്നെ പിടിച്ച് നരകത്തിലിടാം, നരകത്തിലേക്ക് വലിച്ചെറിയുന്നാണ് പറയുന്നത്. ഇതാളുകൾ കാണും. നമ്മൾ ആലോചിച്ച് നോക്കും, ഇതാണ് ഒന്നാമത്തെ ഡോസെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അതെന്തായിരിക്കും? അതുകൊണ്ടാണ് നമ്മുടെ നീയത്ത് ശരിയാണ്. നീയത്ത് ശരിയല്ലേ കിട്ടാൻ പോകുന്ന റിസൾട്ട് വളരെ അപകടം. അതുകൊണ്ട് നീയത്തിനെ കുറിച്ച് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാം, നീയത്ത് ശരിയാക്കാൻ എത്ര അതാകുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നീയത്ത് ശരിയാണോ, അള്ളാഹുവിന്റെ വലിയ റിസൾട്ട് വരും. സക്കാത്ത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവർ, അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് വെച്ചാൽ, സക്കാത്ത് കൊടുക്കാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ സ്വാഭാവികമാണ് അത് നമ്മുടെ ദിമ്മത്തിൽ വന്ന് നിൽക്കുന്നതാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ കൊടുക്കാതിരിക്കാം. പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പൈസ നമ്മുടേതല്ലാതായി പോയാൽ ശ്രദ്ധിക്കണം. ഇസ്ലാമിക നിയമമാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ ഏതുവരെ അവന്റെ സമ്പത്തിന് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. അവൻ മരിക്കുന്നത് വരെ എന്നല്ല, മരിക്കാനുള്ള സാഹചര്യത്തിൽ ഒരു മരണശൈലിയിൽ കിടക്കുന്നത് വരെ. ഡോക്ടർ പറഞ്ഞു ഇനി ഏത് സമയം പോകാം എന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ രോഗം വളരെ ക്രിട്ടിക്കലായ ഒരു സമയത്ത് അവനിങ്ങനെ ഹോസ്പിറ്റലിലെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് തന്നെ ഇസ്ലാം അവന്റെ തന്നെ സ്വത്തായിരുന്നു അതുവരെ, കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തെ പിടിച്ചു വലിച്ചു. അതോടുകൂടി അത് സീസ് ചെയ്തു. കാരണം സ്വാഭാവികമായിട്ടും മരിക്കുമെന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്റെ രോഗം ക്രിട്ടിക്കലാണെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും പരലോകത്തെക്കുറിച്ച് ഓർക്കും. ആ സമയത്ത് എല്ലാ സ്വത്തും കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആഖിറ സേഫാക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ശ്രമിക്കും. അതോടുകൂടി മക്കളുടെ കാര്യം കഷ്ടത്തിലാവും. അത് കൃത്യമായി അറിഞ്ഞ ശർഅ് ചെയ്യുന്ന എന്താണ്? രോഗം മൂർച്ഛിച്ചു എന്നറിയുന്ന സന്ദർഭത്തിൽ, മരണക്കിടക്കയിലാണ് എന്നറിയുന്ന സന്ദർഭത്തിൽ, പിന്നെ അവന്റെ സ്വത്താണെങ്കിലും ഒരു 5 പൈസ കൈകാര്യം ചെയ്യാൻ അവർക്ക് അവകാശം സീസ് ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് ചെയ്യണമായിരുന്നു. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനു മുമ്പ് ചെയ്യണം. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ നമുക്കറിയില്ലല്ലോ. എല്ലാം അങ്ങനെയാണ്. മക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ ചെയ്യോ ഇല്ലയോ നമുക്ക് പറയാൻ കഴിയില്ല. ചെയ്തില്ലേ ഖബറിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും രക്ഷപ്പെടാനുള്ള വകകളൊന്നും നമ്മൾ പ്രത്യാശിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴാണോ വരിക അതിനു മുമ്പ് നമ്മൾ സക്കാത്ത് കൊടുത്തു വിടണം. ഇനി അങ്ങനെ മരണപ്പെട്ടാൽ പോലും അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ്, അവന്റെ വസീയത്ത് നടപ്പാക്കുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കണം എന്നാണ്. അവർ കൊടുത്താൽ കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരുപാട് സമ്പത്തുണ്ട് ഒരാളുടെ കയ്യിൽ, പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ ചൂടാക്കി അവന്റെ മേൽ വെക്കപ്പെടുമെന്നാണ്. അവന്റെ പെരടിയിൽ, അവന്റെ നെറ്റിയിൽ, അവന്റെ എല്ലാ ഭാഗത്തും ചൂടാക്കി ഇത് വെക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറയാൻ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് അശ്രദ്ധ ഉണ്ടാവരുത്. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകണം. കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടാകണം. മറ്റൊരു ഹദീസ് കൂടെ നമ്മൾ പഠിച്ചോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു കടം വാങ്ങിക്കുന്നു, വഹുവ യുരീദു അയ്യുഅദ്ദിയഹു, അത് വാങ്ങിക്കുമ്പോൾ തന്നെ അവന്റെ നിയ്യത്ത് എന്താണ്? അത് തിരിച്ചു കൊടുക്കണം എന്നാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു അത് തിരിച്ചു കൊടുക്കാൻ അവനെ സഹായിക്കുന്നു. നമ്മൾ ആർക്കും കടം വാങ്ങാൻ താല്പര്യമില്ലാത്തവരാണ്. പക്ഷെ നിർബന്ധിതാവസ്ഥയിൽ കടം വാങ്ങിയ സമയത്ത് അവന്റെ നിയ്യത്ത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറച്ച് അടുത്ത മാസം സാലറി കിട്ടിയാൽ അതിൻ്റെ എന്തെങ്കിലും തരപ്പെട്ട് വന്നാൽ കൊടുക്കണം എന്നവന്റെ നിയ്യത്താണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അത് കൊടുക്കാൻ അള്ളാഹു സഹായിക്കുന്ന. എന്നതുപോലെ സക്കാത്ത് നമ്മുടെ വരവിലുണ്ട് കൊടുക്കാനായിട്ട്. നമ്മൾ നല്ല നിയ്യത്ത് വെച്ചിട്ടുണ്ടോ, സക്കാത്ത് കൊടുക്കാനുള്ള പൈസ അള്ളാഹു തരും. പല ആളുകളുടെയും ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സമ്പത്തുണ്ട്, സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത്രയും സമ്പത്ത് കുറഞ്ഞു പോകുന്നതാണ്. അല്ല, ആ നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തു. നമ്മളല്ലല്ലോ ഈ പൈസയെ വളർത്തുന്നത്. അതുകൊണ്ടാണ് സക്കാത്തിന് നമാഹ് എന്ന അർത്ഥം വരുന്നത്. അള്ളാഹു ഈ സമ്പത്തിനെ വളർത്തുകയാണ് എന്ന് പറഞ്ഞാൽ ആ നിയ്യത്ത് നമുക്ക് എന്തിരുന്നാലും ഉണ്ടായിരിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ് കാണാം.
നീയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൻ തഹദ്ദസ, ആരെങ്കിലും ഇന്നൊരു നല്ല കാര്യം ചെയ്യണം എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു, നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല, മനസ്സിൽ നീയത്തുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുന്നത് വരെ അവൻ അതൊരു നന്മയായി രേഖപ്പെടുത്തും. ചെയ്യുന്നത് വരെ, ഇന്ന് തറാവീഹിക്ക് പോകണം, പള്ളിയിൽ നേരത്തെ പോകണം എന്ന് നീയത്ത് ഏതാണ്? ചെയ്യുന്നത് വരെ കൂലിയാണ്. നമസ്കാരത്തിന് ആരെങ്കിലും നേരത്തെ വന്നു, നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, നമസ്കാരം തുടങ്ങുന്നത് വരെ നമസ്കരിക്കുന്നവന്റെ കൂലിയാണെന്ന്. നമ്മൾ അതുകൊണ്ടാണ് റമദാനിൽ പറഞ്ഞത്, റമദാൻ എത്തുന്നത് വരെ റമദാനിന് വേണ്ടി തയ്യാറായവന് ഉറപ്പാണ് റമദാനിൽ ചെയ്യുന്ന കൂലി ഒരുപക്ഷെ അള്ളാഹു കൊടുക്കും. ഇതാണ് അതിന്റെ അസൽ. അവന്റെ നീയത്ത് ശരിയാണോ, അത് ചെയ്യുന്നത് വരെ ഒരു കൂലി, ചെയ്താൽ 10 കൂലി. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദിവസവും കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്നവനാണ്. രോഗം വന്നു, പ്രത്യേകിച്ച് റമദാനാണ്, പല രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റാത്തവരുണ്ടാകാം, തറാവീഹിക്ക് പോകാൻ പറ്റാത്തവരുണ്ടാകാം, ഫർദ് ജമാഅത്തുകളിൽ സംബന്ധിക്കാൻ പറ്റാത്തവരുണ്ടാകാം. അവർക്ക് പേടിക്കേണ്ട, കാരണം അവർക്ക് നല്ല നീയത്തുണ്ടായിരുന്നു. റമദാൻ തുടങ്ങുമ്പോൾ റമദാൻ 1, 2, 3 ഒക്കെ കൃത്യമായി പങ്കെടുത്തിരുന്നു. പെട്ടെന്നൊരു രോഗം വന്നാണ്, അള്ളാഹു കൃത്യമായി അതിന്റെ പ്രതിഫലം അവന് കൊടുക്കും. കാരണം അവന് ആ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നതാണ് അള്ളാഹുവോട് വെക്കുന്നത്. അതുപോലെ തന്നെ ചരിത്രങ്ങളിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരേ ഹദീസ് സാക്ഷാത്കരിക്കപ്പെട്ടതായി കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഷഹാദത്ത് ആഗ്രഹിച്ചു, അള്ളാഹുവിന്റെ വഴിയിൽ മരണപ്പെടണം എന്ന് ആഗ്രഹിച്ചു, ഷഹാദത്ത് വരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അങ്ങനെ സാധിച്ചില്ല. അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കും. അതുകൊണ്ടാണ് സൈഫുള്ള, അള്ളാഹുവിന്റെ വാൾ എന്നറിയപ്പെടുന്ന ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിക്കാം. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പടവെട്ടിയ ഒരു പടയോട്ടവും പരാജയപ്പെട്ടിട്ടില്ല എന്ന്. വലിയ അത്ഭുതമാണ്. അദ്ദേഹം മുസ്ലിം അല്ലാത്തിരുന്ന സമയത്താണ് ഉഹുദ് നടന്നത്. ഉഹുദിൽ അവർ ജയിച്ചു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുസ്ലിമായി നടത്തിയ എല്ലാ പടയോട്ടവും ജയിച്ചു എന്നാണ്. ആ സഹാബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ വഴിയിൽ മരണപ്പെടണം, പക്ഷെ സാധിച്ചിട്ടില്ല. പക്ഷെ ടെൻഷൻ അടിക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അവിടെയാണ്. ആരെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചു എങ്കിൽ, അങ്ങനെ നടന്നിട്ടില്ലെങ്കിലും അള്ളാഹു അതിന്റെ പ്രതിഫലം കൊടുക്കും. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് പ്ലാൻ ഉണ്ടോ ഇല്ലേ എന്നതാണ്. നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായ റമദാനിനെ സംബന്ധിച്ച് ഒരു പ്ലാൻ ഉണ്ടാകണം. റമദാൻ തീരാൻ പോവാണ്, എന്തൊക്കെയാണ് ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് പ്ലാൻ വേണം, നീയത്ത് വേണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹു കൂലി തരും. നീയത്ത് വെക്കാൻ വലിയ അധ്വാനമൊന്നും ആവശ്യമില്ലല്ലോ, നീയത്ത് വെക്കാൻ വലിയ പൈസന്റെ ചെലവില്ലല്ലോ. പക്ഷെ അത് വേണം, ഒരു പ്ലാൻ ഉണ്ടാകണം, ഒരു ഓർമ്മയുണ്ടാകണം, ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകണം. സക്കാത്തിനെ സംബന്ധിച്ച് സക്കാത്ത് എപ്പോഴാണ് ബാധകമാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും അറിയുന്ന മസാലയാണ്. നമുക്ക് എപ്പോഴാണോ ഒരു വെള്ളിയുടെ, കൃത്യമായി പറഞ്ഞാൽ വെള്ളിയുടെ അല്ലെങ്കിൽ വെള്ളിയുടെ ഒരു നിസാബ് എത്തിക്കഴിഞ്ഞാൽ, അത് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ ആ ഒരു നിസാബ് നമ്മുടെ കയ്യിലുണ്ട്, കൃത്യമായി 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, പലപ്പോഴും ആളുകൾ ആ ഡേറ്റ് ഓർമ്മിച്ച് വെക്കാൻ സോളാർ കലണ്ടറാണ് ഉപയോഗിക്കുക. അത് കൃത്യമായി നമ്മൾ ആലോചിക്കണം. അത് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചാന്ദ്രവർഷമാണ് കണക്ക് കൂട്ടുന്നത്. അറബി മാസമാണ്, റമദാനിലാണ് അല്ലെങ്കിൽ ഷാബാനിലാണ്, ശൗവാലിലാണ്. എപ്പോഴാണോ എനിക്ക് പണി കിട്ടിയത്, അല്ലെങ്കിൽ എപ്പോഴാണോ എനിക്ക് ഒരു സമ്പത്ത്, വലിയൊരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് എപ്പോഴാണോ കിട്ടിയത്, ആ ഡേറ്റ് ഞാൻ ഓർമ്മിച്ച് നോക്കണം. ഞാൻ എപ്പോഴാണോ എൻ്റെ കച്ചവടം തുടങ്ങിയത്, അത് ഡിസംബറിലാണ് എന്ന് ഓർമ്മിക്കുകയല്ല, അത് ഷാബാനിലായിരുന്നു അല്ലെങ്കിൽ അത് റബീഉൽ അവ്വലിലായിരുന്നു. ആ അറബി മാസം ഓർമ്മിക്കുകയും കൃത്യമായി 1 വർഷം കഴിഞ്ഞാൽ കണക്കെടുത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. ഒരുപക്ഷെ ചില ആളുകൾക്ക് അത്തരം ഡേറ്റുകളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത്, 1 വർഷം കഴിഞ്ഞു എന്ന് ഒരു മികച്ച ധാരണ എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ വർഷം കൊടുക്കുകയും അതോടുകൂടി ആ അറബി മാസം മുതൽ പിന്നീട് എല്ലാ 1 വർഷവും കടന്നു വരുമ്പോഴും അതേ സമയത്ത് നമ്മൾ കൊടുക്കണം. സക്കാത്ത് കൊടുക്കൽ എല്ലാവർക്കും ബാധ്യതയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്കാണെങ്കിലും ശരി, മാനസികമായ വിഭ്രാന്തിയുള്ള ആളുകൾക്കാണെങ്കിലും ശരി, സക്കാത്ത് കൊടുക്കണം. ഒരുപക്ഷെ ഭ്രാന്തുള്ളവന് നമസ്കാരം നിർബന്ധമല്ല, മാനസിക വിഭ്രാന്തി ഉള്ളവന് നോമ്പ് നിർബന്ധമല്ല. പക്ഷെ അവന് സമ്പത്തുണ്ടെങ്കിൽ, ഒരുപക്ഷെ കുട്ടിയാണ്, വാപ്പ യതീമായിരുന്നു, വാപ്പ പണ്ട് മരിച്ചുപോയി, വലിയൊരു സമ്പത്ത് ഈ കുട്ടിക്കുണ്ട്, കുട്ടി ഡിസേബിൾഡ് ആണ്, പക്ഷെ അപ്പോഴും വലിയ സമ്പത്ത് ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സക്കാത്ത് വലിയ ആരാണോ കൈകാര്യം ചെയ്യുന്നത്, ആരാണോ, അത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരാളും ഒഴിവാകാൻ പോകുന്നില്ല. നിസാബ് ഉണ്ടോ, 1 വർഷം തികഞ്ഞിട്ടുണ്ടോ, കൃത്യമായി സക്കാത്ത് കൊടുക്കണം. അതിൽ രണ്ടാമത് വരുന്ന ഒരു വീഴ്ച എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ റജബിലാണ് ഒരാൾക്ക് ഒരുപക്ഷെ 1 വർഷം പൂർത്തിയായിട്ടുള്ളതെങ്കിൽ ആളുകൾ റമദാനിനെ കണക്കാക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, റമദാനിനെ കണക്കാക്കാൻ ഹദീസിലോ ഖുർആനിലോ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. 1 വർഷം പൂർത്തിയാൽ സക്കാത്ത് കൊടുക്കണം. റമദാൻ ആകട്ടെ എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റൂല. നമുക്ക് 1 വർഷം പൂർത്തിയായത് റജബിലാണെങ്കിൽ അതേ മാസം, എത്രത്തോളം പണ്ഡിതർ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അവകാശികളെ കിട്ടാൻ താമസിച്ചാൽ നിങ്ങൾക്ക് കാത്തിരിക്കാം. നിങ്ങൾ സ്ഥിരമായി കൊടുക്കുന്ന ആള് ദൂരത്താണുള്ളത്, അവർ വരാനുള്ള ചെറിയൊരു കാലതാമസമുണ്ട്, അല്ലെങ്കിൽ പൈസ എടുത്ത് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള ചെറിയൊരു കാലതാമസമുണ്ട്. അതൊഴിച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. പൈസയുണ്ടോ ഉടനെ കൊടുക്കണം. ഇനി റമദാനിൽ ഒരാൾക്ക് കൊടുക്കണമെങ്കിലുള്ള ഒരു നയം പറഞ്ഞു തരുന്നത്, മുൻകൂട്ടി കൊടുക്കാം. അടുത്ത വർഷം കൊടുക്കേണ്ടുന്ന സക്കാത്ത് ഈ റമദാനിൽ കൊടുക്കാം.
അങ്ങനെ നമുക്ക് മുൻകൂട്ടി കൊടുക്കാം എന്നല്ലാതെ ആയ സക്കാത്ത് പിന്തിപ്പിച്ച റമദാനിലേക്ക് നമുക്ക് വെക്കാൻ കഴിയില്ല. മസാല നമ്മൾ കൃത്യമായി പഠിക്കണം. അടുത്ത വർഷമാണ് എൻ്റെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്, പക്ഷെ ഞാൻ ഈ റമദാനിൽ കൊടുക്കുന്നു, അത് പറ്റും, അത് നേരത്തെ കൊടുക്കണം. അതുകൊണ്ട് സമയമായാൽ നമ്മൾ പിന്തിപ്പിക്കാൻ പാടില്ല. പിന്തിപ്പിച്ച് കൊടുക്കാതിരുന്നാൽ നമ്മൾ തെറ്റുകാരാകും എന്നുകൂടെ നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നിയ്യത്തുണ്ടാകണം. എന്ന് പറഞ്ഞാൽ പല ആളുകളും പറയാറുണ്ട്, ഇപ്പോഴാണ് ഇന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നെ സക്കാത്ത് ഉണ്ടെന്ന് മനസ്സിലായത്. കഴിഞ്ഞ മാസം പോലും 50,000, 1 ലക്ഷം, 2 ലക്ഷം കൊടുത്തതാണ്. ആ കൊടുത്തത് സക്കാത്തായി പരിഗണിച്ചൂടെ? അതുപോലെ എണിക്കാൻ കഴിയില്ല. പല ആളുകളും പറയാറുണ്ട്, പിന്നെ ഇത്ര കാലവും ഞാൻ സ്വർണം കണക്ക് കൂട്ടിയപ്പോൾ 50 പവൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സക്കാത്ത് കൊടുത്തത്, നോക്കുമ്പോൾ 30 പവനേ ഉള്ളൂ. അതുകൊണ്ട് 20 പവൻ്റെ അടുത്ത വർഷം കൊടുക്കുന്നതിന്റെ ബദലിൽ ഇത് കൂട്ടാൻ പറ്റുമോ? പറ്റൂല. കാരണം കൊടുക്കുന്ന സമയത്ത് നിയത്തില്ലല്ലോ. കഴിഞ്ഞ വർഷം കൊടുക്കുമ്പോൾ സക്കാത്തായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് കൊടുക്കുന്ന സമയത്ത് നിയത്തുണ്ടെങ്കിൽ മാത്രമാണ് പരിഗണിക്കുക. കൊടുത്തതിന് ശേഷമാണ് മസാല അറിഞ്ഞത്, കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞത്, അങ്ങനെ വരെ വെക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ലൂപ്പ് ഹോളും ലാഭവും അങ്ങനെ തട്ടിക്കിഴിച്ച് അങ്ങനെ നമുക്ക് കളിക്കാനുള്ള ഒന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ, സൂറത്തുൽ ബഖറയിൽ തലാഖിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ ഒരുപക്ഷെ തറാവീഹിന്റെ സമയങ്ങളിൽ നമ്മൾ കേട്ട ആയത്താണ്, വലാ തത്തഖിദു ആയാതില്ലാഹി ഹുസുവ. അള്ളാഹുവിന്റെ ആയത്തുകളെ ഒരു കളിചിരിയാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത്. ഒരു കളിചിരിയാക്കുക, ഒരു തമാശയാക്കുക. ചില ലൂപ്പ് ഹോളുകൾ കണ്ടാൽ അതങ്ങ് എടുത്ത് പ്രയോഗിച്ച് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, സ്വർണത്തിന്റെ സക്കാത്തിൽ പല ആളുകളും ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം സ്വർണത്തിന്റെ സക്കാത്തിൽ പണ്ഡിത ലോകത്ത് രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്, ഉപയോഗിക്കുന്ന സ്വർണത്തിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ ഷാഫി മദ്ഹബ് മുതലുള്ള പണ്ഡിതരുടെ അഭിപ്രായമുണ്ട്. ഉപയോഗിക്കുന്ന സ്വർണം കൊടുക്കണം. അവിടെ പോലും അവർ പറഞ്ഞത് എന്താണ് എന്ന് ഇന്നും ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഉപയോഗിക്കുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് അന്ന് അവിടെ കയ്യിലും കാതിലൊക്കെ ഇടുന്ന ഉപയോഗിക്കുന്നതായതുണ്ടാവും. കാരണം മറ്റെല്ലാ സമ്പത്തുകളും നോക്കിയാലും ഉപയോഗിക്കുന്ന കാറിന് കൊടുക്കണ്ട, ഉപയോഗിക്കുന്ന വീടിന് കൊടുക്കണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന കച്ചവട സ്ഥാപനത്തിന് കൊടുക്കണ്ട, കമ്പ്യൂട്ടറിന് കൊടുക്കണ്ട, അതിന്റെ ഫർണിച്ചറിന് കൊടുക്കണ്ട എന്നതുപോലെ ഉപയോഗിക്കേണ്ട സ്വർണത്തിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ചു പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം അസറ്റായിട്ട് വെക്കുക. ഇതിപ്പോ സ്വർണത്തിന്റെ പൈസ എത്രയാണ് കൂടിയതെന്ന് നമുക്കറിയാം. ആ സമയത്തൊക്കെ നമ്മൾ സ്വർണത്തെ കണക്കാക്കിയത് ഒരു അസറ്റായിട്ടാണ്. ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അസറ്റായിട്ടാണ് സ്വർണം നമ്മൾ കരുതി വെക്കുന്നതെങ്കിൽ ഒരു മദ്ഹബിലോ ഒരു പണ്ഡിതരോ കാലം ഇത്രയും കഴിഞ്ഞു പോയപ്പോൾ ഇസ്ലാമിക ഉമ്മത്തിൽ ഒരാളും രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞില്ല സക്കാത്ത് കൊടുത്തേ പറ്റൂന്ന്. നമ്മൾ അസറ്റായിട്ടാണോ വെക്കുന്നത് എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. മാത്രമല്ല ഉപയോഗിക്കുന്നതിനടക്കം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതരുണ്ട്. സൂക്ഷ്മത എന്നത് തീർച്ചയായിട്ടും കൊടുക്കൽ തന്നെയാണ്. അപ്പോൾ തന്നെ ആലോചിച്ച് വെക്കുക, നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അസറ്റായിട്ടാണ്. അതുകൊണ്ട് പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ എല്ലാ സ്വർണവും പരമാവധി ഉപയോഗിക്കുന്നതാക്കി മാറ്റി എങ്ങനെയെങ്കിലും സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്തൊക്കെയോ കളിക്കുന്ന ആളുകൾ. കോയനാണ് കിട്ടിയത്, പെട്ടെന്ന് അത് ജ്വല്ലറി പോകുന്നു, സ്വർണ്ണാഭരണമാക്കുന്നു, എല്ലാ സമയത്തും ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തൊക്കെ വിട്ടിട്ട് ഇത് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ കൂടെ ഇതിനെ രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ അഭിപ്രായമുണ്ട്. അഭിപ്രായം പറഞ്ഞവർ തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനെ പറ്റിക്കാനോ ആ ലൂപ്പുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താനോ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് യഹൂദരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദരെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്നവരോട് പറഞ്ഞപ്പോൾ അവർ ചെയ്ത പരിപാടി, ശനിയാഴ്ച മീനൊന്നും നമ്മൾ പിടിക്കുന്നില്ല, മീൻ ട്രാപ്പിലാകാനുള്ള എല്ലാ വലയും ഒരുക്കി വെച്ചിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഇബാദത്ത് ഒത്തുമയത്തൊക്കെ ആയിട്ട് കഴിയാണ്. അത് കഴിഞ്ഞ് ജുമാലം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് പോലെ ഇറങ്ങി വന്ന മീൻ എവിടെയുണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചത് ഒരു പണിയും എടുക്കരുതെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ രക്ഷിച്ചത്. കൂനു ഖിറദതൻ ഖാസിഈൻ. സൂറത്തുൽ ആറാഫാണ് ഈ പരിപാടിയൊക്കെ ചെയ്ത് അവരോട് എന്താ പറഞ്ഞത്? കൂനു ഖിറദതൻ ഖാസിഈൻ. നിങ്ങളുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്, അതുകൊണ്ട് നിങ്ങൾ കുരങ്ങന്മാരായിക്കോളൂ എന്ന് പറഞ്ഞു. അവരങ്ങനെ ആയി. ഇത് ഖുർആൻ പറഞ്ഞതാ സൂറത്തുൽ ആറാഫ്. നമ്മുടെ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹു ശരിക്കും, അതുകൊണ്ട് നമ്മൾ പല ഫത്വകളും കേൾക്കും. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരിടത്ത് ഒരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്, സഹാബാക്കൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ വേട്ടയാടാൻ പാടില്ല എന്നാണ് നിയമം. ഹജ്ജിന് ഇവർ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് മക്കത്തേക്ക്, മദീനയെന്നാണല്ലോ മക്കത്തേക്ക് പോകുന്നത്. ആ സമയത്ത് കുറേ അതുവരെ ഒരു വേട്ടമുറകളും ഇല്ല. ഇവർക്ക് വേട്ട പിടിക്കാൻ പറ്റിയ ഒരു മുന്തിയ ഇനം, കണ്ടാൽ ആകർഷകമാകുന്ന മൃഗങ്ങൾ അതുവരെ അവരെവിടെയും കണ്ടിരുന്നില്ല. ഹജ്ജിന് പോകുമ്പോൾ അതാ ഇഹ്റാം കെട്ടി വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞ അന്ന് മുതൽ അതാ ഒരുപാട് മൃഗങ്ങൾ അവരുടെ തനാലുഹു ഐദീക്കും, ഖുർആനാ പറഞ്ഞത്, കൈയൊന്ന് ഏന്തി വലിച്ചാൽ അവർക്ക് കിട്ടുമായിരുന്നു. ഔരിമാഹുക്കും, നിങ്ങളൊന്ന് ചെറുങ്ങനെ അമ്പെയ്താൽ നിങ്ങൾക്ക് മൃഗങ്ങൾ കിട്ടും. അങ്ങനെ ഇടത്തുനിന്ന് പോകുന്നു, വലത്തുനിന്ന് പോകുന്നു, മുമ്പെന്ന് പോകുന്നു. എന്തിന്? അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആരും കാണാത്ത സമയത്തും അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ
എന്ന് പരിശോധിക്കാൻ അള്ളാഹു ചെയ്യുന്ന ഒരു സമ്പ്രദായം. നമ്മുടെ ഒന്നും അസറ്റ് ആർക്കും അറിയില്ല, നാട്ടുകാർക്ക് അറിയണമെന്നില്ല, എത്ര മില്യനാണ് എത്ര ബില്യനാണെന്നൊന്നും അറിയില്ല. പക്ഷെ കാണുമ്പോൾ സാധാ മനുഷ്യനാണ്, പക്ഷെ വലിയ അസറ്റ് ഉണ്ടാകും. ചില ആളുകൾ ഞാൻ കണക്കൂട്ടില്ല എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. സക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ വർഷവും കൃത്യമായി കണക്കെടുക്കും, കൃത്യമായി നമ്മൾ കൊടുക്കണം. അതിന്റെ അവകാശികളെ സംബന്ധിച്ച് പറഞ്ഞു ഇന്നമ സ്വതക്കാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ, മിസ്കിന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ തന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, ആ മിസ്കിന്മാർ ആളുകളോട് മുഖത്തോട് മുഖം നോക്കി ചോദിക്കാറില്ല, മാന്യരാണ്. അവരെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അങ്ങനെ ചോദിക്കാതെ ആളുകളുടെ മുന്നിൽ തലകുലിക്കാൻ ആഗ്രഹിക്കാത്ത കുറേ മനുഷ്യരുണ്ട്. അവരെ നമ്മൾ അന്വേഷിക്കണം, അവർക്ക് നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾ തീരണം. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അത്തരം മിസ്കിന്മാരുണ്ട്. ഒരുപക്ഷെ ജോലിയുണ്ട്, സർക്കാർ ജോലി ഉണ്ടാവാം, ഒരുപക്ഷെ ഒരു കട നടത്തുന്നുണ്ടാവാം, മറ്റ് സമ്പത്തുകൾ ഉണ്ടാകാം. ആ സമയത്തും അവരുടെ പ്രാരാബ്ധങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ അവരെ അന്വേഷിക്കണം. അതല്ലാതെ ഒരുപക്ഷെ നന്നേ പാവപ്പെട്ട ആളുകൾക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ടാവും, കൊടുത്തതിന്റെ മേൽ അവർക്ക് വലിയ രീതിയിൽ ധന്യത വന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യരുണ്ട്, അവരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നമ സ്വതക്കാത്തു ലിൽ ഫുഖറ, ഫക്കീർ മിസ്കിൻ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ മിസ്കിൻ ചോദിക്കൂല എന്നുള്ളതാണ്. ചോദിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് നിയമം. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിറക് ചുമന്ന് പണിയെടുത്താലും ശരി, നിങ്ങൾ യാചിക്കരുത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, പക്ഷെ കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കണം. അള്ളാഹു എല്ലാവർക്കും സമ്പത്ത് കൊടുത്തില്ല. എന്തിന്? അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും കൊടുക്കുക എന്നതല്ല. ചില ആളുകളുടെ കയ്യിൽ അള്ളാഹു കൊടുത്തു, അവർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് സമ്പത്ത് കിട്ടിയോ? എത്ര എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകളുണ്ട്, എത്ര ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളുകളുണ്ട്. ദുബൈയിൽ പോകുന്നു, വിസിറ്റിങ്ങിന് പോകുന്നു, തിരിച്ചു വരുന്നു. ജോലി കിട്ടാത്ത കുറെ മനുഷ്യരില്ലേ? 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത്. എനിക്ക് വലിയ കച്ചവടമായല്ലോ, എനിക്ക് എത്രയോ വലിയ സംരംഭങ്ങളായല്ലോ, എത്രയോ ബ്രാഞ്ച് ആയല്ലോ, ഫ്രാഞ്ചൈസികളായല്ലോ. ഇത് അള്ളാഹു തന്നത് പഠിച്ച മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നീ അവന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അള്ളാഹുവാണ് ഈ രീതിയിൽ ജീവിതത്തിന്റെ ഉപാധികളൊക്കെ അള്ളാഹു ഡിവൈഡ് ചെയ്തതാണ്. അവന് നല്ല പണി കിട്ടി, ഏട്ടന് നിനക്ക് കിട്ടിയില്ല, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് അള്ളാഹു അറേഞ്ച് ചെയ്തതാണ്. ഇല്ലാത്തവൻ ഉള്ളവന് കൊടുക്കട്ടെ, ഇല്ലാത്തവൻ ഉള്ളവനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നല്ലോ എന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തികമായ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റമദാനാണ്, അള്ളാഹു തന്നതിന് ശുക്ർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഞാൻ അതിന്റെ മസാല മുഴുവൻ പറയാൻ സമയമൊന്നുമില്ല. നമ്മൾ സക്കാത്തിനെ പറ്റി പഠിക്കുക, കൃത്യമായി നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൊടുക്കുക. ഈ റമദാൻ ഒരു മാറ്റത്തിന്റെ കാലമാണ്. ഒരു കവി പാടുന്നുണ്ട്, ഇലാഹി ഇലാഹി, എന്റെ ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹിദ്, എന്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത്. ഇപ്പോഴും ഉണർന്നിട്ടില്ല, എന്റെ ഹൃദയം ഉണർന്നിട്ടില്ല ഇപ്പോഴും. അല ഹാലാത്തിൻ, ഞാൻ ഇപ്പോഴും പല ചിന്തകളിലാണ്. ഇനിയും ദുനിയാവ് ഉണ്ടാകും, ഇനിയും വയസ്സുണ്ടാകും, ഇനിയും കാലം ഉണ്ടാകും എന്ന് ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ്. വനന്തു അന്ന ശൈബി മുസ്ലിഹൻ, ഞാൻ വിചാരിച്ചു പോയത് എനിക്ക് നരബാധിക്കുമ്പോൾ ബോധമുണ്ടാകും, അങ്ങനെ നന്നാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. ലാകിൻ ഫഹാദാ മശീബി, ഇതാ എനിക്ക് നര വന്നു. ഫഅൈന ആസാറു സ്വലാഹി, എന്നിട്ടും നന്മയുടെ ഒരു അടയാളവും എന്നിൽ വന്നില്ലല്ലോ എന്ന് ഈ കവി വിലപിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു, നര വന്നാൽ നന്നാകും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ വിചാരിച്ചു PG പഠിക്കുമ്പോൾ നന്നാവാമെന്ന്. ആ കുട്ടികൾ വിചാരിച്ചു ഇതുവരെ തോന്നിവാസം ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ഞാനൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഈ കോഴ്സൊക്കെ ചെയ്തിട്ട് ഒരു ഉംറ ചെയ്യണം എന്നാണ്. അതുവരെ തോന്നിവാസം ചെയ്യാം, കോഴ്സ് ചെയ്തിട്ട് ഉംറൊക്കെ ചെയ്ത് നന്നാവാം. കോഴ്സ് കഴിയുന്നത് വരെ ജീവിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പഠിക്കുന്ന കോളേജ് ലൈഫ് ആസ്വദിക്കുന്ന പിള്ളേർ വിചാരിക്കുന്നത് എല്ലാ തോന്നിവാസം ചെയ്യാം, കല്യാണം കഴിക്കുമ്പോൾ നന്നാവാം. കല്യാണം കഴിച്ച ആളുകൾ വിചാരിക്കുന്നത് 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 30 ആവട്ടെ, 35 ആവട്ടെ, 40 ആവട്ടെ, 40ഉം 50ഉം 60ഉം 70ഉം കഴിഞ്ഞു. ഇതാ എന്റെ മുടി നരച്ചു. എന്നിട്ട് എനിക്ക് നന്നാകാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോഴും യൂട്യൂബിലാണ്, ഫേസ്ബുക്കിലാണ്, ഹറാമ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് പല തോന്നിയാസം കാണാണ്. പ്രിയമുള്ളവരെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് നമുക്ക് ഓർമ്മ വേണം. എല്ലാ മനുഷ്യനെയും അള്ളാഹു നാളെ പുനർജനിപ്പിക്കുന്നത് എങ്ങനെയാണോ അവൻ മരിച്ചത് അതുപോലെയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. എല്ലാ മനുഷ്യരെയും അള്ളാഹു നാളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണോ മരിച്ചത്. ഹറാമ കണ്ടുകൊണ്ടിരിക്കും, മരിക്കുകയാണ്, ആരും കാണില്ല എന്ന് വിചാരിച്ച ഹറാമ കണ്ടതാണ്, ഡ്രഗ്സ് കുടിച്ചതാണ്, തോന്നിവാസം പറഞ്ഞതാണ്, തോന്നിവാസം ചെയ്തതാണ്, വേണ്ടാധീനം ചെയ്യാൻ ആരുടെ കൂട്ടത്തിൽ പുറത്തേക്ക് പോയതാണ്. അള്ളാഹു ആ സമയത്താണ് അവനെ പിടിച്ചതെങ്കിൽ അതേപോലെ അവൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എഴുന്നേൽക്കേണ്ടി വരും. നമ്മൾ ആലോചിച്ചു പ്രിയമുള്ളവരെ, കോടതിയിൽ എഴുന്നേൽക്കുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രതീക്ഷ നമുക്കുണ്ടോ? അതുകൊണ്ട് നമുക്ക് ബേജാറുണ്ടാവണം. നമ്മൾ ഏതെങ്കിലും ഒരു സമയം മൊബൈൽ ഹറാമ് കാണുമ്പോൾ പക്ഷേ ഇപ്പം നമ്മൾ പിടിച്ചു പോകും,
ഒപ്പം നിന്ന് പോകുമോ? പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് എത്രയാണ് ആളുകൾ വകമ്മിൻ സലീമിൻ, എത്ര ആരോഗ്യമുള്ള മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? അതുകൊണ്ട് നമുക്കൊരു പേടി വേണം. എന്നാൽ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവണം. അള്ളാഹു ഏത് സമയത്തും മരിക്കാം. റമളാനാണല്ലോ, ഞാൻ കൃത്യമായി ഓതുന്നു, ഞാൻ കൃത്യമായി നിന്റെ മുന്നിൽ വരുന്നു, തൗബ ചെയ്യുന്നു, നമസ്കാരത്തിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ മരണപ്പെട്ടാൽ ഇതേ നന്മയിൽ നാളെ അള്ളാഹു എഴുന്നേൽക്കും. നമ്മൾ ആലോചിച്ചു, ആ നന്മയിൽ എഴുന്നേറ്റാൽ തന്നെ പോരെ, പിന്നെ നമ്മൾ എന്തിനാ ബേജാറാവുന്നത്? ഒരു റമളാനിൽ ഖുർആൻ ഓതുകയാണ്, തറാവീഹ് നിൽക്കുകയാണ്, ആ സമയത്താണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടതെങ്കിൽ അതേ തറാവീഹിൽ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിറാത്ത് കടക്കോളും പിന്നെ അവന് പേടിക്കാനുണ്ടോ? യുബഅസു അലാ മാ മാത അലൈഹി, എങ്ങനെയാണോ അവൻ മരിച്ചത് അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹുസ്നുൽ ഖാത്തിമ, എങ്ങനെയാണോ നിങ്ങളുടെ പര്യവസാനം ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ച് സൂക്ഷിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ, നമ്മളുടെ ആഖിബത്ത് എന്താ നമുക്ക് പറയാമെങ്കിൽ, ചില ആളുകളെ കുറിച്ച് പറയും, ആളുകളുടെ മുമ്പ് വലിയ ഹാജിയാരാണ്, വലിയ വാദ പറയുന്ന ആളാണ്, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, പക്ഷേ അവസാന കാലത്ത് ഒരു തെറ്റ് ചെയ്തു നരകത്തിലേക്ക് പോയി. അതുവരെ ആളുകൾ കാണുമ്പോൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട മനുഷ്യനെ പോലെ നടന്ന ആളാണ്. പണ്ഡിതന്മാർ പറയാണ്, ശരിക്കും ഉള്ളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെ കാണിക്കുമ്പോഴുള്ള ഒരു പത്രാസും പൊട്ടീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള് നേരത്തെ പറഞ്ഞതുപോലെ കറ പുരണ്ടതായിരുന്നു. അതുകൊണ്ട് അവസാന സമയം അള്ളാഹു എന്ത് ചെയ്തു? ഒരു തെറ്റിയിപ്പിച്ചു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ ആളുകളുടെ മുന്നിൽ പുറംപോച്ചിന് കാര്യമില്ല. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കുക. ചില മനുഷ്യരുണ്ടാവും, നാട്ടുകാരെ കാണുമ്പോൾ അവൻ കൊല്ലാത്തവനാണ്, അവൻ തോന്നിവാസിയാണ്, ഒരു ഫ്രീക്കനാണ്, അങ്ങനെ പേരുടെ മുമ്പായി കിട്ടി നടക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അവസാന കാലമായപ്പോഴേക്കും അള്ളാഹു ഒരു നന്മ ചെയ്യിപ്പിച്ചു, അവൻ സ്വർഗത്തിലേക്ക് എത്തി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ വർഷം തറാവിക്ക് വരുന്നുണ്ടാവും, ജുമാക്ക് വരുന്നുണ്ടാവും. ജുമാക്ക് ഈ സമയത്തും വരാത്ത കുറേ മനുഷ്യരുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ വേണ്ടാത്തത് പറയരുത്. ഒരുപക്ഷെ അള്ളാഹു അവരുടെ വയസ്സ് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു അവരെ കബൂൽ ചെയ്താൽ ഒരുപക്ഷെ നമ്മളെക്കാൾ നല്ല മനുഷ്യർ ഒരുപക്ഷെ ഈ സമയത്തും പള്ളിയില്ലാത്ത മനുഷ്യരായിരിക്കും. നമുക്ക് ആരെക്കുറിച്ച് ജഡ്ജ്മെന്റൽ ആവാൻ കഴിയില്ല. തറാവീഹ് നമസ്കരിക്കുകയാണ്, ഇശാ നമസ്കരിച്ച് കഴിയുമ്പോൾ തറാവീഹിന് വരാത്ത കുറെ മനുഷ്യരുണ്ടാവും, അങ്ങാടി ഫുഡ് കഴിക്കുന്നുണ്ടാവും. നമ്മൾ അവരെ കുറിച്ച് പഴിച്ചു പറയേണ്ടതില്ല. നമുക്ക് അവരെ നസീഹത്ത് ചെയ്യാം, പേഴ്സണലായി വിളിക്കാം, കാര്യങ്ങൾ പറയാം, പള്ളിയിലേക്ക് കൊണ്ടുവരാം. പഴിച്ചു പറയേണ്ടതില്ല. ഒരു പക്ഷേ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപക്ഷെ അറിയാത്ത മനുഷ്യരായിരിക്കും, നാളെ ഒരുപക്ഷെ അറിഞ്ഞാൽ നമ്മളെക്കാൾ ഈമാനുള്ളവർ. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന, നന്മയുണ്ടോ അള്ളാഹു അവസാനം സൗഭാഗ്യം തരും. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഈ റമളാൻ വന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാദാ മശീബി, ഇതാ എന്റെ നര വന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവെ റമളാൻ വരണമെന്ന് കാത്തിരുന്നു, ഇതാ എന്റെ റമളാൻ വന്നു. റമളാൻ പകുതിയായി, അടുത്ത ആഴ്ചയും അതിന്റെ അപ്പുറത്തെ ആഴ്ചയും കഴിഞ്ഞാൽ റമളാൻ അങ്ങ് കഴിയും. ഇനിയും ജീവിതത്തിന് ഒരു യൂട്ടേൺ കിട്ടിയില്ലെങ്കിൽ നരയൊക്കെ വന്നു, റമളാനും വന്നു, പക്ഷെ നന്നാകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വേപത് കൊള്ളരുത്. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു യൂട്ടേൺ ആകാൻ, വലിയൊരു നന്നാവലിലേക്ക്, പടച്ചവനെ പേടിക്കുന്ന ഒരു തഖ്വയിലേക്ക് വളരാൻ അള്ളാഹു ഈ റമളാനൊക്കെ നമുക്ക് ഉപകാരപ്രദമായി വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒന്ന് അതിനെ റാങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, അള്ളാഹു നമുക്ക് ഒന്നാമത് ഹിദായത്ത് തന്നു, അത് വലിയ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ആഫിയത്ത് തന്നു. നമ്മളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഇക്കാമത്തിന് വിളിച്ചാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഇത് ആഫിയത്താണ്. ഇത് അള്ളാഹു നമുക്ക് തന്നു. മാത്രമല്ല അള്ളാഹു അത്യാവശ്യം പണിയൊന്നും, ജോബുണ്ട്, ശമ്പളമുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ചെയ്യാൻ കഴിയുന്നുണ്ട്, സമ്പത്ത് തന്നു. ഇതൊക്കെ അള്ളാഹു തന്ന നിഅമത്താണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഹിദായത്ത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ പോലെ, ആരോഗ്യം അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതുപോലെ, സമ്പത്ത് അവൻ നൽകിയത് അതില്ലാത്തവർക്ക്, പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം. ഇന്ന് നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ റമളാനിലും രണ്ടാമത്തെ വെള്ളിയാഴ്ച പ്രത്യേകമായി നമ്മളൊരു ധനസമാഹരണം നടക്കാറുള്ളത് CH സെന്ററിന് വേണ്ടിയാണ്. CH സെന്റർ എന്താണ് എന്ന് ഞാൻ പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല. അവിടെയുള്ള മനുഷ്യർ, അവിടെ ദുരിതം അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ, നമ്മളൊരു നാൾ ആലോചിച്ച് നോക്കുക. എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരു കോടീശ്വരൻ പെട്ടെന്ന് ICUവിൽ കിടക്കാൻ, ഡോക്ടർ പറഞ്ഞു നിന്റെ കിഡ്നി ഫെയിലർ ആണ്, അല്ലെങ്കിൽ നിനക്ക് ഇനി അധികം ആയുസില്ല എന്ന് പറഞ്ഞാൽ
അതേ യൂണിറ്റിൽ അതേ ICUവിൽ കിടക്കുന്ന കോടീശ്വരനും ഒരുപക്ഷെ ആ റൂം വൃത്തിയാക്കുന്ന ചേച്ചിയെ കണ്ടിട്ട് പറയും, ആ ചേച്ചിയുടെ അയിത്തയുടെ ആരോഗ്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിന് എത്ര $1 million കൊടുത്തിട്ടായാലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കിട്ടൂലല്ലോ. അങ്ങനെ ഒരു കോടീശ്വരനും വേദനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കൊടുത്താലും കിട്ടൂല. അതാണ് അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം, അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് പ്രിയമുള്ളവർ. അതുകൊണ്ട് അതില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളാൽ കഴിയുന്നത് എല്ലാം അള്ളാഹു ആണല്ലോ നമുക്ക് തരുന്നത്, നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റണം. ഒരിക്കൽ ഹാറൂൺ റഷീദിന്റെ അടുക്കലേക്ക് ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, ഹാറൂൺ റഷീദ്, നീ ഇന്ന് ഇസ്ലാമിക ലോകം കണ്ട വലിയ ചക്രവർത്തിയാണ്, നിനക്കുള്ള ഈ ഒരു ഭൂവിസ്തൃതി എത്രയാണ് എന്ന് പോലും പറയാൻ കഴിയില്ല, അത്രയും വലിയ രാജാവായിരുന്നു ഹാറൂൺ റഷീദ്. പക്ഷെ നിന്റെ ഈ രാജാധിപത്യത്തിന്റെ വില എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എൻ്റെ കയ്യിൽ ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട്, ലോകത്ത് വേറെ എവിടെയും വെള്ളമില്ല, പക്ഷേ ആ വെള്ളം ഞാൻ നിനക്ക് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരു രാജ്യത്തിന്റെ പകുതി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ തരുമോ? ഹാറൂൺ റഷീദ് പറഞ്ഞു, തരും, കാരണം വേറെ വെള്ളമില്ലല്ലോ, വെള്ളം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഞാൻ തരും. അര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഞാൻ എൻ്റെ രാജ്യത്തിന്റെ പകുതി തരും. രണ്ടാമത് അയാൾ പറയാണ്, നീ അര ഗ്ലാസ് വെള്ളം കുടിച്ചു, പക്ഷേ യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല, യൂറിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. മൂത്രയ്ക്കാൻ കഴിയുന്നില്ല, വെള്ളം വന്നു, പക്ഷേ പുറത്തേക്ക് ഒഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എത്രമാത്രമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചികിത്സ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് ഞാൻ നിനക്ക് തരണമെങ്കിൽ രാജ്യത്തിന്റെ രണ്ടാമത്തെ പകുതിയും തരണം എന്ന് പറഞ്ഞാൽ തരുമോ? ഹാറൂൺ റഷീദ് പറഞ്ഞു, ഒരു സംശയമില്ല, രാജ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത്, നിന്റെ ഈ രാജ്യത്തിന്റെ വലിപ്പം നീ ആലോചിച്ച് നോക്കൂ, ഒരു അര ഗ്ലാസ് വെള്ളത്തിന് മാത്രമേ ഉള്ളൂ. ഇത് ഒരുപക്ഷെ പറയുമ്പോൾ എനിക്കോ കേൾക്കുമ്പോൾ നിങ്ങൾക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്ന് CH സെന്ററിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ റമദാനിലും ഡയാലിസിസ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതല്ല, അതിനുമപ്പുറം കൊടുത്താലും മതി വരാത്ത ഒന്നാണ് ഈ ആരോഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ആഫിയത്തിൽ ഒന്നുമില്ലെങ്കിലും ശരി, ആഫിയത്തോടുകൂടി ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കൾ ഇരിക്കുന്നുണ്ടല്ലോ, ഉമ്മയും പാപ്പ ഇരിക്കുന്നുണ്ടല്ലോ, വലിയ ആഫിയത്താണ് അള്ളാഹു ആ തന്നതിന് എന്താണോ നന്ദിയായി കൊടുക്കാൻ കഴിയുക, മനസ്സറിഞ്ഞു കൊടുക്കുക. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ പ്രത്യേകിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ, നല്ലൊരു മനുഷ്യനായി, പുതിയൊരു മനുഷ്യനായി ഈമാനോടുകൂടി ജീവിക്കാനും അതേ ഇസ്ലാഹിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, മറ്റു പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഉമ്മത്തിൽ നല്ല ഇണയെ തേടുന്ന, നല്ല മക്കളെ അന്വേഷിക്കുന്ന, നല്ല സാലിഹായ സന്താനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ സമയത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സമ്പത്തിന് എല്ലാവിധ ഖൈർ ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ഇന്നല്ലാഹ യഅമുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു